നമസ്കാരം. സൂസിമാർ ലാഭത്തിലാണ്. സൂസിമാരുടെ കച്ചവടം പൊടി പൊടിക്കുകയാണ്. പറഞ്ഞു വരുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സ്പോൺസേഡ് സമരത്തെ പറ്റിയാണ്. ആശാ വർക്കേഴ്സിന് വേണ്ടി എന്ന പേരിൽ SUCI നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമര പ്രഹസനത്തിന് വലിയ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ചിലതൊക്കെ പറയാതെ വയ്യ. കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കാണാനിടയായി. 24 ചാനലിലെ ശ്രീകണ്ഠൻ നായർ ഈ SUCIയുടെ നേതാക്കളായിട്ടുള്ള എനിക്കും മറ്റൊരു നേതാവിനും അവിടെ ഒരു 11,000 രൂപയുടെ ക്യാഷ് അവാർഡ് കൊടുക്കുന്ന ഒരു കാഴ്ച കാണാനിടയാ. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും തൊഴിലാളികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന നേതാക്കൾക്ക് ഇത്തരത്തിൽ ക്യാഷ് അവാർഡ് കൊടുക്കുന്നത്. അതും തൊഴിലാളികൾക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ശ്രീകണ്ഠൻ നായർക്കും ആ ചാനലിൽ നന്നായി അറിയാം. ഇവർ അവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സമരം നടത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ലാഭങ്ങളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ നടത്തിയ ഒരു പ്രഹസനമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തോ ആയിക്കോട്ടെ. അപ്പോ നമുക്കറിയാമല്ലോ, ആ വേദിയിൽ വരുന്ന ആളുകളൊക്കെ നല്ല കൈമുടക്കൊക്കെ അതിലേക്ക് ഇടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം നമ്മുടെ സൂസിമാർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രൊമോഷനും നമ്മുടെ മാപ്പറുകൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ 76ാമത്തെ ദിവസമായി പെട്ടെന്നെങ്ങാനും എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന മാധ്യമങ്ങളുടെ ഒരു വലിയ നീക്കത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണല്ലോ ഈ പറയുന്നത് പോലെ ഇപ്പോ സംസ്ഥാന സർക്കാരിനെതിരെ പല പടയൊരുക്കങ്ങളും നടക്കുന്നത്. മാധ്യമങ്ങൾ പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തെ എത്തിക്കാൻ വേണ്ടിയൊക്കെ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഈ പറയുന്നത് പോലെ ഒരു വലിയ ഭാഗം തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമരവും. അപ്പോ ഇവരവിടുന്ന് പോകാതിരിക്കാനും അതുപോലെ തന്നെ അവരവിടെ പിടിച്ചു നിർത്താനും ഒക്കെ ഉള്ള ബാധ്യത സത്യത്തിൽ എല്ലാ മാപ്രകൾക്കും ഉണ്ട്. അപ്പോ സത്യത്തില് എന്താണ് ഇവരുടെ അജണ്ട? എന്തിനു വേണ്ടിയാണ് ഇവരവിടെ ഇരിക്കുന്നത്? ഇവരവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ജനങ്ങൾ ഈ ഒരു സമരത്തിനൊപ്പമാണോ? അല്ലെങ്കിൽ ആശാ വർക്കർമാർ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ വസ്തുതകൾ നിരത്തിക്കൊണ്ട് വിശദീകരിക്കാൻ ശ്രമം നടത്തുന്നത്. ആദ്യം തന്നെ തുടക്കം തന്നെ ഒരു കാര്യം പറയട്ടെ. ഇവർക്ക് സത്യത്തിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണല്ലോ ഇവരുടെ ആവശ്യം. ആരാണ് ആനുകൂല്യം വർദ്ധിപ്പിക്കേണ്ടത്? ഇൻസെന്റീവ് ആരാണ് വർദ്ധിപ്പിക്കേണ്ടത്? ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രമാണ്. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്ന് നമുക്കറിയാം. UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. UPA സർക്കാരിന്റെ കാലത്ത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ LDF സർക്കാർ ഭരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ ആശാ വർക്കർമാരുടെ ഈ സ്കീം ഇവിടെ കൊണ്ടുവരുന്നത്. മാത്രമല്ല അതിനുശേഷം UDF ഭരണത്തിൽ വരുന്നുണ്ട്. UDF ഭരണത്തിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായി. അവസാനമായിട്ട് UDF കൊടുത്തത് വെറും 1000 രൂപയാണ് ഓണറേറിയമായിട്ട്. അതിനുശേഷം വന്ന LDF സർക്കാർ അവര് പരിഗണിച്ച രീതിയിൽ പരിഗണിക്കുകയായിരുന്നെങ്കിൽ 1800 രൂപ കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെയല്ലല്ലോ സംസ്ഥാന സർക്കാർ ചെയ്തത്. ഏകദേശം എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും അതും ഇതും ഒക്കെ കൂട്ടി ഏകദേശം ഇവിടത്തെ ഒരു ആശാ വർക്കർ 13,500 രൂപ വരെ മേടിക്കുന്നത്. മാത്രമല്ല 14,500 വരെ മേടിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ അത് കേരളമാണ്. ഈ കാര്യമൊക്കെ നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. അതെല്ലാം ആശാ വർക്കർമാർക്കും അറിയാം. അതുകൊണ്ടാണ് ആശാ വർക്കർമാരിൽ ഭൂരിഭാഗം ആളുകളും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കാത്തത്. 1.7% ആശാ വർക്കർമാർ മാത്രമാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്ന ഈ പ്രഹസന സമരത്തിൽ ഉള്ളൂ. ആ 1.7% ആശാ വർക്കർമാർക്കും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, അവർക്ക് വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോ ഈ സമരവുമായി ബന്ധപ്പെട്ട നിരവധി പല ചർച്ചകൾ നടന്നു. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ സമവായ ചർച്ചകളിൽ എത്തിച്ചേർന്ന് അത് അങ്ങ് പരിഹരിച്ചു പോകാറുണ്ട്. പക്ഷെ ഇവർ 76 ദിവസം കഴിയുമ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. അവർ ഏത് ചർച്ച നടത്തിയാലും അടിയുണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി പുറത്തേക്ക് വരുന്നു. അതിനുശേഷം അത് ഒരു രീതിയിലും ഇതിനൊരു പരിസമാപ്തി കുറിക്കാനായിട്ട് ഇവർ സമ്മതിക്കുന്നില്ല. അപ്പോഴേ നമ്മൾ കരുതിയതാണ് ഇതിന് പിന്നിൽ എന്തോ വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട്. ഇവരുടെ ഉദ്ദേശം ആശാ വർക്കർമാർക്ക് ആനുകൂല്യം നേടിക്കൊടുക്കലല്ല എന്ന്. ഈ സമരത്തിന്റെ തുടക്ക സമയത്തൊക്കെ ഇവർക്കൊരു അനുകൂലമായ ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടക്ക സമയത്ത് അവർക്ക് പറ്റിയെങ്കിലും മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ഇവർക്ക് വേണ്ടി ഇവരുടെ നുണകളൊക്കെ പല ആളുകളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ പണിയെടുത്തുവെങ്കിലും പിന്നീട് ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവർ സംസ്ഥാന സർക്കാരിന്റെ ആളുകളല്ല, സംസ്ഥാന സർക്കാരിന്റെ സ്കീം അല്ല ഈ ആശ എന്ന് പറയുന്നത്, അത് കേന്ദ്രത്തിന്റെ സ്കീമാണെന്നും അതുപോലെ തന്നെ ഇവർ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയാണെന്നും JP നദ്ദക്കെതിരെയാണെന്നും ഒക്കെ ഉള്ള വസ്തുതകൾ ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ ജനങ്ങളും ചോദിച്ചു തുടങ്ങി, നിങ്ങൾ എന്തിനാണ് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നിങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾ പോയിട്ട് ആ ഡൽഹി പോയല്ലേ സമരം നടത്തേണ്ടത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ സമരം നടത്തേണ്ടതെന്ന് ചോദിച്ചു തുടങ്ങിയത് മുതലാണ് ഇവരുടെ സമരം പൊട്ടിപ്പൊടിയാൻ തുടങ്ങിയത്. ആ സമരവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് എടുത്തു നോക്കൂ. ആശാ വർക്കർമാരുടെ എന്തെങ്കിലും രീതിയിലുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ആശാ വർക്കർമാർ എന്ന പേരിൽ കുറച്ച് ആളുകൾ, പല പാർട്ടിയിലേക്കുള്ള ആളുകളൊക്കെ ഈ സൂസിക്കൊപ്പം പോയിരിക്കുന്നു. അവരെന്തൊക്കെയോ പറയുന്നു, ആ പോയ ഓടാരി പോലെ എന്തൊക്കെയോ ഛർദ്ദിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ച. ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഈ സഹകരണ സംഘത്തിൽ നിന്നുള്ള കുറെ ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന അങ്ങനെ പല സഹകരണ ബാങ്കിൽ നിന്നുള്ള ആളുകൾ അവിടെ പോകുന്നു, മൈക്ക് കൊടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് പിണറായി വിജയൻ സർക്കാരിനെതിരെയും ഒക്കെ എന്തൊക്കെ തെമ്മാടിത്തരം പറയാൻ പറ്റുന്ന കഴിവുള്ള ആളുകളുണ്ടോ അവർക്കെല്ലാവർക്കും മൈക്ക് കൊടുക്കും സൂസി. അതാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ സമരത്തിന് മറ്റു ചില അജണ്ടകളുണ്ട്. എന്താണ്? അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുറ്റത്ത് വന്ന് നിൽക്കുന്നു.
നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് മുറ്റത്ത് വന്ന് നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട് 2026 നിയമസഭാ ഇലക്ഷനിലേക്കും അധികം ദൂരമില്ല. അപ്പൊ അതുവരെ എങ്ങനെയെങ്കിലും ഈ സമരം അവിടെ നടത്തിക്കൊണ്ട് ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു പ്രതീക്ഷ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ആശാ വർക്കർമാരെന്ന് പറഞ്ഞ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സൂസിമാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സത്യത്തിൽ അവരവിടെ സമരം നിർത്തി പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. വേറൊന്നും കൊണ്ടല്ല. എന്താണെന്ന് അറിയൂ, അതായത് ഇവരവിടെ സമരം നടത്തും തോറും സംസ്ഥാന സർക്കാരിന് മാറ്റുകൂടുകയുള്ളൂ. കാരണം സംസ്ഥാന സർക്കാർ ഈ വിഷയമായിട്ട് അവിടെ ചർച്ച നടത്തി എന്നുള്ളത് മാത്രമല്ല, INTUC അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ മുഴുവൻ പറയുന്നു ഇത് സ്പോൺസർ സമരമാണ്, ഇവർ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരെയാണ് എന്ന് പറയുന്നു. അപ്പോ സ്വാഭാവികമായും ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എല്ലാ രീതിയിലുള്ള നടപടികളും അല്ലെങ്കിൽ ആ നിലപാടും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പൊ അവർ വീണ്ടും അവിടെ സമരം നടത്തുന്നതിന് പിന്നിൽ പ്രതിപക്ഷമാണ് എന്ന് എല്ലാവർക്കും നന്നായി അറിയാം. CPI, ജമാഅത്ത് ഇസ്ലാമി, അതുപോലെ തന്നെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP ഇവരൊക്കെ വന്നിട്ട് പ്രസംഗിക്കുകയാണ്, സംസ്ഥാന സർക്കാരിനെതിരെ പ്രസംഗിക്കുകയാണ്. എല്ലാ മേഖലയിലും ഒന്നാമതായിട്ടുള്ള ഒരു സർക്കാരിനെതിരെ ഇങ്ങനെ ഇരുന്നങ്ങ് അങ്ങ് തുപ്പുകയാണ്. എന്ത് യോഗ്യതയാണ് UDF സത്യത്തിൽ ഈ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനുള്ളത്? 2016 സത്യത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി സർക്കാർ പടിയിറങ്ങുമ്പോൾ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? എല്ലാ മേഖലയിലും നമ്മൾ വലിയ രീതിയിൽ തന്നെ തകർന്നടിഞ്ഞിരിക്കുകയായിരുന്നില്ലേ? 2016 ശേഷവും ഈ പറയുന്നത് പോലെ UDF അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ പിന്നെ കേരളം ഉണ്ടാകുമായിരുന്നില്ല എന്നത് ഒരു വസ്തുതയല്ലേ? LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ രീതിയിലുള്ള തകർച്ചകളും മാറ്റി എല്ലാ മേഖലയിലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും ഒക്കെ കേരളത്തെ ഒന്നാമതെത്തിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ? മാത്രവുമല്ല, നോക്കൂ, ക്ഷേമ പെൻഷന്റെ അവസ്ഥ എന്തായിരുന്നു? 32 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടാ. എത്ര രൂപ വെച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്? വെറും 1000 രൂപ വെച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ 1000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഈ 32 ലക്ഷം ആളുകൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിരുന്നോ? ഇല്ല. 18 മാസം കുടിശ്ശിക വരുത്തിയാണ് ഈ പറയുന്നത് പോലെ ഈ സർക്കാർ പടിയിറങ്ങിയത്. ആ സമയത്ത് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ 1000 എന്നുള്ളത് 1600 വർദ്ധിപ്പിച്ച് ഈ 32 എന്നുള്ളത് 62 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തു. കുടിശ്ശിക അടക്കം തീർത്തു കൊടുത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. അപ്പോൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഈ സർക്കാർ വേണ്ട രീതിയിലുള്ള എല്ലാ രീതിയിലും തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള നിലപാടുകളും സ്വീകരിക്കുന്നത് നന്നായി തന്നെ ഇവിടുത്തെ തൊഴിലാളി ജനതയ്ക്ക്. അതുകൊണ്ടാണ് ആശാ വർക്കർമാരിൽ വലിയൊരു വിഭാഗം ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അവർക്ക് ആർക്കുമില്ല യാതൊരു ബുദ്ധിമുട്ടും ഓർക്കുന്നില്ല. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ ഒരു കള്ളക്കളിയായിട്ട് വന്നിരുന്നു ഒരു മറിയച്ചാട്ടത്തി. എല്ലാവർക്കും ഓർമ്മയില്ല? മറിയച്ചാട്ടത്തെ ചട്ടി എടുത്തുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള നാടകം കളിച്ചു. ആ മറിയച്ചാട്ടത്തിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് VD സതീശനും സുരേഷ് ഗോപിയും സുധാകരനും നടത്തിയ നാടകമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ എവിടെ പോയി മറിയച്ചാട്ടത്തി? എന്താ ഇപ്പൊ മറിയാന്ന് പോലും മിണ്ടുന്നില്ലല്ലോ. കണ്ടില്ലേ? നമ്മുടെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരുന്നുണ്ടല്ലോ. അദ്ദേഹം വരുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനോട് ചോദിക്കാത്ത? എന്തുകൊണ്ടാണ് JP നദ്ദ ഞങ്ങളുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച് എന്ന് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം എന്തുകൊണ്ട് ഉത്തരവിറക്കുന്നില്ല എന്ന് ചോദിക്കുന്നില്ലല്ലോ. JP നദ്ദ എപ്പോഴും പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വർദ്ധിപ്പിക്കും. പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറെയായി. എന്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല? ഈ ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള തുക ഏകദേശം 100 കോടിയോളം രൂപ ഇപ്പോഴും കേരളത്തിന് കൊടുക്കാനുണ്ട്. അത് ഇതുമായിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ പല രീതിയിലുള്ള കുടിശ്ശികൾ അടക്കം ഏകദേശം 600 കോടിക്ക് മുകളിൽ രൂപ കേരളത്തിന് നൽകാനുണ്ട്. ഇതൊന്നും കൊടുത്തിട്ടില്ല. എന്നാൽ ഇതൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി, കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി, അതുപോലെ തന്നെ കേന്ദ്രത്തിന് എത്രയോ കത്തുകൾ അയച്ചു. ആ കത്തിലൊക്കെ തരാൻ പറ്റില്ല എന്ന രീതിയിലുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്. അപ്പോ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പും നിലമ്പൂരിൽ ഇലക്ഷനും വരാൻ പോകുന്ന 2026 നിയമസഭാ ഇലക്ഷനും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൂസി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം മൂഞ്ചുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനൊക്കെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇമാതിരി അടവും നമ്പറും ഒന്നും എന്റെ പൊന്ന് സൂസി കേരളത്തിൽ എന്തായാലും വില പോകില്ല. ഇത് വല്ല UP കൊണ്ടുപോയി നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വില പോകുമായിരിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ ഇത്രയും ദിവസമൊക്കെ നിങ്ങൾക്ക് സമരം നടത്താനും അതുപോലെ തന്നെ ഇങ്ങനെ പുട്ടടിക്കാനും ഇതുപോലെയൊക്കെ അടിച്ചു പൊളിക്കാനും ഒക്കെ പൈസ, ഫണ്ടുകൾ ആര് തന്നു, ആരൊക്കെ സഹായിച്ചു എന്നൊക്കെ വഴിയെ പുറത്തു വരുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇങ്ങനെ ഇവരെയൊക്കെ പല രീതിയിലുമൊക്കെ ഒന്ന് ചൊടിപ്പിച്ച് നിർത്തിയും അവർ ആവേശത്തിൽ ആഴ്ത്തിയും ഒക്കെ എന്തായാലും മാപ്രകളും റേറ്റിംഗിന് വേണ്ടിയും സംസ്ഥാന സർക്കാരിന് അടിക്കാനും ഒക്കെ വേണ്ടി വളമിട്ടോളൂ. പക്ഷേ 2026 ഇലക്ഷനിൽ എന്തൊക്കെ രീതിയിലുള്ള കളികൾ കളിച്ചാലും ജനങ്ങൾക്കറിയാം ഏതിനെ തിരഞ്ഞെടുക്കണം, ഏതിനെ ചവറ്റുകുട്ടയിൽ ഇടണമെന്നും. 2021 ഇതിനേക്കാൾ വലിയ നാടകമായിട്ട് നിങ്ങൾ രംഗത്തേക്ക് വന്നതല്ലേ? അന്നും ജനങ്ങൾ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞു UDF അധികാരത്തിൽ വരുമെന്ന്. എന്നിട്ട് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ആരാണ്? കേരളം ഭരിക്കുന്നത് LDF ആണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് എന്ന് മറന്നു പോകരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.